സാധാരണ ടെമ്പിൾ വിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറച്ച് പിക്ചേഴ്സ് ഉണ്ടല്ലോ. എന്നാൽ ആ പിക്ചേഴ്സൊക്കെ ഒന്ന് മാറ്റിയെടുത്താലോ നമുക്ക്. ഡൽഹിയിലെ ബാബ ബാലക് മന്ദിറിൽ പോകുന്ന സീൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണാലി പോയ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിനകത്തൊരു അമ്പലം കൂടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറച്ച് സാമ്യതകളുണ്ടെങ്കിലും കുറേ വ്യത്യാസങ്ങളാണ് ഇതിനകത്തുള്ളത്. എനിക്കിതിൻ്റെ എൻട്രൻസും ബാക്കി ആംബിയൻസൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വന്നത് ആന്ധ്രാപ്രദേശിൽ പോയപ്പോൾ ഒരു ആശ്രമം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ സിമിലാരിറ്റി ഉണ്ട്, പക്ഷെ ഒരു രീതിയിലും സിമിലാരിറ്റി തോന്നാത്തത് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളോടാണ്. ആൽമരച്ചൂടും അമ്പലക്കോളും അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ആ പാട്ടും അങ്ങനെ കുറേ മെമ്മറീസ് എനിക്ക് അവിടെ എത്തിയപ്പോൾ വന്നു. എനിവേസ്, വിഷ്വലി കാണുന്ന ഡിഫറൻസ് പോലെ തന്നെയാണ് അവിടുത്തെ ആചാരങ്ങൾക്കുള്ളത്. നമ്മുടെ നെറ്റിയിൽ അവർ തന്നെ ചന്ദനക്കുറി വെച്ച് നമുക്ക് ഈ പ്രസാദം തരുവാണ് ചെയ്യാം. നമ്മുടെ നാട്ടിലെ പൂജാരി അല്ലെങ്കിൽ ശാന്തി ഇവിടെ എത്തിയപ്പോഴത്തേക്കും പണ്ഡിറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. വിളിക്കുന്നതിൽ മാത്രമല്ല വേഷവിധാനത്തിലുള്ള ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലെ ഇൻറ്റീരിയേഴ്സിൽ കാണുന്ന കൊത്തുപണികളും മ്യൂറൽ പെയിൻറ്റിങ്ങും അല്ലാതെ ഇവിടെ നമുക്ക് വാളിലും റൂഫിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ പെയിൻറ്റിങ്സും സ്റ്റിക്കേഴ്സും ഒക്കെ കാണാൻ പറ്റും. വിഗ്രഹങ്ങൾക്ക് പകരം പ്രതിഷ്ഠ വെച്ചതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മൊത്തത്തിലൊന്ന് കളറായിട്ടുണ്ടല്ലേ. ഈ QR കോഡ് പിന്നെ മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ള സംഭവം തന്നെയാണല്ലോ. എല്ലാം ഭഗവാനുള്ളതാണ്. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന പാട്ടിന് പകരം ഇവിടെ ഈ ബെൽ സൗണ്ടും പാത്രത്തിലൊക്കെ അടിക്കുന്ന സൗണ്ടൊക്കെ തന്നെയാണുള്ളത്. അതാണെങ്കിൽ പുറത്തു നിന്നാണ് അവർ ചെയ്യുന്നത്, അമ്പലത്തിൻ്റെ അകത്തു നിന്നല്ല. അങ്ങനെ മൊത്തത്തിൽ കൺസ്ട്രക്ഷനും ആംബിയൻസും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൗകര്യമുണ്ട്. നമുക്കിപ്പോൾ പ്രസാദം തരുന്നതിന് കൈ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ടൽസിലൊക്കെ കാണുന്ന പോലെ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഹാൻഡ് വാഷ് സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാ സൺഡേസിലും ഭോജനമുണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ അന്നദാനം. അങ്ങനെ ഡൽഹിയിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ടെമ്പിൾ വിസിറ്റ് ഇതായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഞാനും റൂംമേറ്റും കൂടി തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഡൽഹിയിലെ അടുത്ത വിശേഷങ്ങളുമായിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.